വീണ്ടും ഒരു വീഡിയോ കൂടി അമൃതയുടെ വിഷയത്തെ പറ്റി ഇടാൻ തന്നെ കാരണം, ഇന്ന് അമൃതയുടെ ഒരു കൂട്ടുകാരി, കൂടെ എപ്പോഴും ഉണ്ടാവുന്നൊരു പെൺകുട്ടി, എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു പെൺകുട്ടി, അമൃതയുടെയും ബാലയുടെയും ജീവിതത്തിൽ നടന്നതും ബാലയുടെ ക്രൂരതകളും ഒക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മിക്കവരും കണ്ടിട്ടുണ്ടാവാം. മനുഷ്യർക്ക് മനസ്സിലാവാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ പെൺകുട്ടി പറയുന്നത്. ബാല എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പോലെയോ നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ, ഞാൻ തന്നെ 2 വീഡിയോ ചെയ്തിരുന്നു. അതിലൊന്നും പറയുന്നതിനേക്കാൾ അത്രയും ക്രൂരനായ ഒരു വ്യക്തിയാണെന്ന് ആ പെൺകുട്ടി പറയുന്നത്. ബാല ആദ്യം ചന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ മുഴുവനും ബാലയും അമൃതയും കല്യാണം കഴിക്കുന്നു എന്നറിഞ്ഞതിന് ശേഷമാണ് ഇത് 2ാം വിവാഹമാണെന്ന് അമൃത അറിയുന്നതും അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ എതിർത്തിട്ടും ബാലയോടുള്ള ഇഷ്ടം കൊണ്ട് അമൃത കല്യാണം കഴിച്ചു പോയി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അമൃത 2ാം പിന്നെ ഭാര്യയാണ്. 3ാമത് എലിസബത്തിനെ കല്യാണം കഴിച്ചു. ഇത് കല്യാണം എന്ന് പറഞ്ഞ് പുറലോകം അറിയുന്നത്. അല്ലാതെ തന്നെ ബാലക്ക് ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ ഒരുപാട് പെൺകുട്ടികളെ നിർത്തിയിരിക്കുന്നു. ഭാര്യ ഉണ്ടായിരിക്കെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരിക. ഇതൊക്കെ ബാലയുടെ കളിയാണ്. ഞാൻ ചിന്തിക്കുന്നത്, ദൈവമായിട്ട് 2ാമതൊരു ജന്മം കൊടുത്തതാ. ശരിക്കും മരണത്തിലേക്ക് പോയി, അതും സത്യം തന്നെയാണോ എന്നൊന്നും നമുക്കറിയില്ല. മീഡിയയിൽ അങ്ങനെയാ. ബാല മരണത്തിലേക്ക് പോകുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഒരു മിറാക്കിൾ പോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. അത് സത്യമാണെങ്കിൽ ദൈവം എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് പുതിയൊരു ജന്മത്തിലേക്കാണ് ബാലയെ കൊണ്ടുവന്നത്. ഇനിയെങ്കിലും നന്നായി കൂടെ? ആ കുടുംബത്തെ ഒന്ന് സമാധാനമായി ജീവിക്കാൻ അനുവദിച്ചുകൂടെ? അതിൽ ആ പെൺകുട്ടി പറയുന്നത്, അമൃതയെ കല്യാണം കഴിച്ച് പോയപ്പോൾ അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ട്, ഭൂതമുണ്ട്, പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ 18 വയസ്സുള്ള പെൺകുട്ടിയെ പേടിപ്പിച്ചിട്ടാണ് ആ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെ പല അപശബ്ദങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ ബാലയ്ക്ക് എപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഒരുപാട് കൂട്ടുകാരായിരിക്കും. അത് മദ്യസൽക്കാരമാണ്. ഈ രാത്രികാലങ്ങളിലുള്ള മദ്യസൽക്കാരത്തിൽ പാചകം ചെയ്ത് അവരെ സൽക്കരിക്കുക, പാതിരയ്ക്കൊക്കെ പാത്രങ്ങൾ കഴുകുക, ഇതായിരുന്നു അമൃതയുടെ, ആ ചെറിയ 18 വയസ്സുള്ളപ്പോഴുള്ള അമൃതയുടെ ജോലി. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു എതിർത്ത് സംസാരിച്ച അമൃതയെ അടിച്ച് വായിൽ നിന്നൊക്കെ ചോര വന്ന് മിക്ക ദിവസവും ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ശരിക്കും അമൃത രക്ഷപ്പെട്ട് അവിടുന്ന് ഓടിയതല്ലേ? ഈ കുറ്റപ്പെടുത്തുന്നവരോടെല്ലാം ചോദിക്കുന്നത്, ഇവരുടെ മക്കളാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, മകളുടെ ഭർത്താവ് ഭയങ്കര സെന്റി അടിച്ച് കരഞ്ഞു നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് അതൊക്കെ സഹിച്ച് അവിടെ നിൽക്കണമെന്ന് ഏതെങ്കിലും ഒരു അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആരെങ്കിലും പറയോ? അല്ല, സഹോദരികളോട് നീ അവിടെ ഇതൊക്കെ സഹിച്ച് നിൽക്കണം എന്ന് പറയോ? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വരണം, അങ്ങനെയല്ലേ നമ്മൾ പറയുള്ളൂ. അതാണല്ലോ അമൃത ചെയ്തത്. എന്നിട്ടും എൻ്റെ തോക്കിലെ വെടിയുണ്ട ഒന്ന് അമൃതക്കുള്ളതാണെന്ന് പറയുന്നു. പിന്നെ വടിവാള് കൊണ്ട് വീട്ടിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടികളൊന്നും എന്തുകൊണ്ട്, കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് അമൃത ഇത്രയും താമസിച്ചു? 14 വർഷം ഇതൊന്നും പുറലോകത്തോട്ട് പറയാതെ എന്തിനു നിന്നു? പിന്നെ എലിസബത്ത് എവിടെ? എലിസബത്തും ഇടക്ക് പോയി, ഹോസ്പിറ്റലായപ്പോൾ തിരിച്ചു വന്നു. വീണ്ടും എലിസബത്തിനെ കാണുന്നില്ല. ഇടയ്ക്ക് എലിസബത്ത് ഡോക്ടറാണെന്ന് പറയുന്നു, ഏതോ ഒരു ഹോസ്പിറ്റൽ ദൂരെ എവിടെയോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്ന വീഡിയോയിൽ അമൃതയുടെ കൂട്ടുകാരി പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഭാര്യയും ഭർത്താവും കൂടെയുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ ബെഡ്റൂമിൽ ക്യാമറ വെച്ച് പകർത്തിയിട്ട് എന്തെങ്കിലും പുറം ലോകത്തോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പോയാൽ ഇത് ഞാൻ പബ്ലിക് ചെയ്യും എന്ന് പറഞ്ഞ് ഈ കുട്ടികളെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ എലിസബത്ത് 2ഓ 3ഓ പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്തിനാണെന്നറിയാമോ? ഈ കൂട്ടുകാരന്മാരുടെ മുമ്പിൽ വെച്ച് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അവിടുന്ന് ഓടി രക്ഷപ്പെടാ എന്ന് വിചാരിച്ചാൽ ബെഡ്റൂമിൽ ക്യാമറ വെച്ച് പലതും പകർത്തിയിട്ട് ഇത് പുറലോകത്തെ കാണിച്ചു കൊടുക്കും എന്നുള്ളൊരു ഭീഷണിയിൽ പെൺകുട്ടികൾ, ഈ അമൃതയായാലും ബാലയായാലും അമൃതയായാലും എലിസബത്ത് ആയാലും എല്ലാവരും അതിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇനിയും എത്രയെത്ര പെൺകുട്ടികൾ സ്വന്തം ഭാര്യമാരോട് തന്നെ ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ എത്രയെത്ര പെൺകുട്ടികളോട് ബാല ഇത് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? കൂടാതെ എലിസബത്ത് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് തന്നെ
എലിസബത്ത് അവിടെ ഉള്ളപ്പോൾ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായ പെൺകുട്ടികളെ അവിടെ കൊണ്ടുവന്നിട്ട് അത് എതിർത്തപ്പോൾ ഇതൊന്നും സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ്, പക്ഷെ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ വീഡിയോകളൊക്കെ കാണിച്ചെപ്പോഴും ഭീഷണിപ്പെടുത്തല്ലേ. പക്ഷെ എലിസബത്ത് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഗുജറാത്തിലോ എവിടെയോ പോയി. ആ പെൺകുട്ടി തകർന്നിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എലിസബത്തിന് അങ്ങനെ എല്ലാവരിൽ നിന്നൊരു മാറി ഡോക്ടർ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് ജീവിക്കാം. പക്ഷെ അമൃതയുടെ തൊഴിൽ തന്നെ ഈ പബ്ലിക്കായിട്ട് എല്ലാവരുടെയും മുന്നിൽ തിളങ്ങി നിൽക്കുന്ന ഒരു തൊഴിലാണ്. അമൃതയാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഒക്കെ, അഭിരാമിയാണെങ്കിലും ഒക്കെ അവര് ഇതുപോലെ പേടിച്ച് വിറച്ചാ നിൽക്കുന്നത്. പിന്നെ ഈ അമൃതയെ കുറ്റപ്പെടുത്തുന്നവരോട് സത്യം ഏതായെന്ന് അറിയില്ലെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടി കാണിച്ചു തരാ എന്നുള്ളത് ഇന്ന് അമൃതയുടെ സുഹൃത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കോടതിയിൽ ഇതെല്ലാം എഴുതി ഒപ്പുവെച്ചത് തെളിവ് തന്നെയാണ്. കാരണം കുഞ്ഞിനെ കല്യാണം വരെയും ഒന്നും, കല്യാണത്തിന് പോലും ഞാൻ നോക്കില്ല എന്നെഴുതി ഒപ്പുവെച്ച ഒരു മനുഷ്യന് മകളോടുള്ള സ്നേഹം എന്താ? പിന്നെ ഇത്രയും വൈകൃതമായി കാണിക്കുന്ന, അതും സുഹൃത്തുക്കളുടെ കൂടെ മദ്യസൽക്കാരം നടത്തി ബോധം കെട്ട് നിൽക്കുന്ന ബാലയുടെ വീട്ടിൽ ഏതൊരമ്മ, അമൃത എന്നല്ല ഏതൊരമ്മയും മകളെ അയക്കുമോ? ഇല്ലല്ലോ. അമൃത അത്രയും സ്നേഹമായി അത്രയും കെയർ ചെയ്ത് നോക്കുന്നതാണ് പാപ്പു എന്ന മകളെ. ചില സ്ത്രീകൾ തന്നെ ബാലയെ പൊക്കിയിട്ടും അമൃതയെ താത്തിയിട്ടും, അതായത് അമൃത ചെയ്ത തെറ്റ് ഗോപി സുന്ദര കല്യാണം കഴിച്ചു എന്നുള്ളതാ. അപ്പോൾ ഇന്ന് ആ സുഹൃത്ത് പറഞ്ഞ ഒരു വാചകമുണ്ട്, എന്തായാലും ഇവനേക്കാളൊക്കെ നല്ലത് ഗോപി സുന്ദറാണെന്ന്. അപ്പൊ അതിന്റെ താഴെ ഒരു കമന്റ് ഇട്ടത് ഞാൻ കണ്ടു. ഇത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഈ പെൺകുട്ടി പറഞ്ഞത്. കാരണം അതിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട് ബാലയേക്കാൾ നല്ലതാണ് ഗോപി സുന്ദർ എന്ന്. ഗോപി സുന്ദറിനെ ഒരുപാട് പബ്ലിക്കില് ഓരോ പെൺകുട്ടികളെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം നിർത്തിക്കുന്നു, പറഞ്ഞയക്കുന്നു. എന്താ വ്യത്യാസം? ബാല ഇവരൊന്നും കാണാതെ ഭാര്യ ഉള്ള വീട്ടില് ജൂനിയർ ആർട്ടിസ്റ്റുകളെയും പല സ്ത്രീകളെയും കൊണ്ടുവരുന്നു. അത് പോവട്ടെ, ഗോപി സുന്ദർ ഏതായാലും വരുന്ന കുട്ടികളെ ആയാലും അമൃതയെ ആയാലും ഇതുപോലെ അടിച്ചു ചുരുട്ടി മൂലയിലിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് ആരും പരാതി പറഞ്ഞിട്ടില്ല. കൂടെ താമസിച്ച അഭയ ഹിരൺമയ്യ ആയാലും ആരായാലും അതിനെപ്പറ്റി ഇങ്ങനെ ഉപദ്രവിക്കുന്ന എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ബാലയുടേത് നേരെ തിരിച്ചല്ലേ. ദേഹോപദ്രവം അങ്ങനെയുള്ള കാര്യങ്ങൾ ഭീതിപരമായിട്ടുള്ള, സ്വന്തം ഭാര്യയെയും കുഞ്ഞുങ്ങളെയും മാത്രമല്ല ചെകുത്താനോ വീട്ടിലും ഈ തോക്കെടുത്തിട്ടാണ് പോയത്. ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അങ്ങനെയാണ് പോയത്. ആറാട്ടണ്ണനെ എല്ലാവരെയും ഒരു ഭീതി വരുന്ന രീതിയിലായിരുന്നു ബാല ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ ഒക്കെ കൺകെട്ടി നിർത്താൻ വേണ്ടി ചാരിറ്റി ചെയ്യുന്നു, ഞാൻ എല്ലാവരെയും സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അതും ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഏതൊക്കെയോ ഇതുപോലെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്ന പെണ്ണുങ്ങള് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നൊക്കെ അയച്ചു കൊടുക്കുന്ന പൈസയിൽ നിന്ന് കേവലം ഒരു 10,000 രൂപ 20,000 രൂപയാണ് ഓരോരുത്തർക്കും കൊടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നന്മമരമായിട്ട് നിൽക്കുന്നത്. ശരിക്കും ഏത് ലോകത്തിന്റെ എവിടെ പോയി പൈസ വാങ്ങിയാലും ഇതുപോലെ ഓരോ പെണ്ണുങ്ങളെ ദ്രോഹിച്ചും ഇതുപോലെയുള്ള പണം വാങ്ങി സത്യത്തിൽ ഒരു കുഞ്ഞുങ്ങളുടെയും ചികിത്സയ്ക്ക് വേണ്ടിയോ അല്ല ഭക്ഷണത്തിന് വേണ്ടിയോ ആരും കൊടുക്കരുതെന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള ചോറ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ചികിത്സയ്ക്കോ ചെയ്താൽ ദൈവം പോലും പൊറുക്കൂല. കാരണം പെൺകുട്ടികളോട് ഇത്രയും ക്രൂരത ചെയ്യാൻ ഈ ബാലയ്ക്ക് 2ാം ജന്മം പോലും ദൈവം കൊടുത്തു. എങ്കിലെന്നാൽ അതൊന്ന് കുറക്കാനോ അല്ല അതെല്ലാം ഒന്ന് മാറ്റി ജീവിച്ചോട്ടെ എന്ന് വെക്കാൻ വേണ്ടിയിട്ട് ബാലക്കാവുന്നില്ലല്ലോ. വീണ്ടും വീണ്ടും പാപ്പുവിനെ ആയാലും അമൃതയെ ആയാലും ശിക്ഷിച്ചുകൊണ്ടേ നടക്കുന്നത്. എന്തൊക്കെ തെറ്റുകൾ ബാല ചെയ്തു എന്നറിയാം. പ്രകൃതി വിരുദ്ധമായിട്ട് ഈ പെൺകുട്ടികളോട് സ്വന്തം ഭർത്താവാണെങ്കിലും പെരുമാറുക, പിന്നെ ബെഡ്റൂമിൽ ക്യാമറ വെക്കുക, അത് പകർത്തിയിട്ട് പുറലോകത്തോട്ട് കാണിച്ചു കൊടുക്കും എന്ന് പറയുക. വീട്ടിലെത്തിയ ഒരു 18 വയസ്സുകാരി പെൺകുട്ടിയായ ഒരു ഭാര്യയോട് വന്ന് കയറിയ ദിവസം തന്നെ ആദ്യ ഭാര്യയുടെ കുറ്റങ്ങൾ പറയുക, എൻ്റെ പണം കൊണ്ട് പോയെന്ന് പറയുക, ഇവിടെ ഭൂതമുണ്ട് ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത പല ശബ്ദങ്ങളും കേൾപ്പിച്ചു കൊടുക്കുക, മദ്യസൽക്കാരം, ആ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് പ്രകൃതി വിരുദ്ധമായ പല സംഭവങ്ങളും ഭാര്യമാരോട് ചെയ്യുക. അതായത് എലിസബത്ത് ഉണ്ടായിരുന്നപ്പോൾ അവളോട് അമൃതയോട് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു പുരുഷനെ ഏതെങ്കിലും ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റുമോ? ഈ കുറ്റപ്പെടുത്തുന്ന ആൺകുട്ടികളായാലും അത് PR വർക്കാന്ന് പറയുന്നു. പക്ഷെ ഈ കുറ്റപ്പെടുത്തുന്ന ആൺകുട്ടികൾക്ക് അവരുടെ പെങ്ങന്മാരെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള മക്കളെ ആയിക്കോട്ടെ ആരെയെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ ഇവർ നോക്കി നിൽക്കുമോ?
പിന്നെ എങ്ങനെ നിങ്ങൾ അമൃത ഇത് സഹിക്കണം? അല്ല അമൃതയാണ് തെറ്റ്, ബാലയാണ് ശരി എന്ന് പറയുന്ന ആരുടെ അടുത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പോ ഓരോരുത്തരും തുറന്നു പറയുന്നത് എല്ലാത്തിനും തെളിവുണ്ട്. എലിസബത്തും അമൃതയും ഫോണിൽ സംസാരിക്കുന്നതിന്റെ തെളിവുണ്ട്. മുമ്പുള്ള പല ഇന്റർവ്യൂകളിലും അമൃതയും ബാലയും കൂടി വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എത്രയോ വട്ടം തോന്നിയിട്ടുണ്ട് ആ പെൺകുട്ടിയെ വളരെ ഇൻസൾട്ടായിട്ട്. അതായത് എന്തോ ഈ പെൺകുട്ടി ഒരു താഴ്ന്ന പൈസയൊന്നുമില്ല, ഞാൻ എന്തോ വലിയ കോടി രൂപയുള്ള ആളാണ് എന്നുള്ള ഒരു രീതിയിലോ എന്തോ ആ കുട്ടിയെ വല്ലാതെ ഇൻസൾട്ട് ചെയ്ത് അമൃത ചിരിച്ചുകൊണ്ടിരിക്കുന്ന പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ അവര് നല്ല ജീവിതം ഇതാകുന്നു, അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അതൊരു വലിയ കാഴ്ചയായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും ബാല ഇത്രയും കാലം അമൃതയെയും കുടുംബത്തെയും സ്വന്തം കുഞ്ഞിനെയും ഭീതിപ്പെടുത്തി അവരുടെ ജീവിതം എല്ലാം ഇത്രയും വർഷക്കാലം കളഞ്ഞില്ലേ? അതുപോലെ ഒരു പെൺകുട്ടി ഡോക്ടറായ എലിസബത്തിനെ മൂന്നാം ഭാര്യയായി കൊണ്ടുവന്ന് ഇനിയെങ്കിലും ഒരു സമാധാനത്തിൽ ജീവിക്കാം എന്ന് ചിന്തിക്കാതെ അമൃതയോട് കാണിച്ചതുപോലെ തന്നെയാണ് ഈ എലിസബത്തിനോടും കാണിച്ചിരിക്കുന്നത്. ഇതൊന്നും തുറന്നു പറയാൻ ഈ ഒരു വീഡിയോകൾ സ്വന്തം ഭാര്യമാരുടെ ഇങ്ങനെയുള്ള വീഡിയോകൾ എടുത്ത് സൂക്ഷിക്കുന്ന ഒരു ഭർത്താവിനോട് കൊണ്ട് പുറത്തോട്ട് പറയാനും ഈ പെൺകുട്ടികൾക്ക് പേടി. അടി ഇടി, പേടിപ്പെടുത്തുന്ന ബ്ലാക്ക് മാജിക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും കാലം ബാലയുടെ ക്രൂരതകളിൽ നിന്നും മാനസികമായും ശാരീരികമായും തളർന്നു നിന്ന അമൃതയായാലും എലിസബത്ത് ആയാലും ഇനിയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. അവരവരുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഇവരുടെ ബാക്കിൽ നടന്ന് എന്തിനാണ് അവരെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നതും അവരുടെ ജീവിതത്തിൽ കയറി കളിക്കുന്നതും? അതുകൊണ്ട് ഇനിയെങ്കിലും ബാലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമൃതയെയും കുഞ്ഞിനെയും അമൃതയുടെ വീട്ടുകാരെയും എലിസബത്തിനെയും ഒന്നും ഇതുപോലെ ഓരോ വീഡിയോയുടെ മുന്നിൽ പോയി അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്, മോശമായ കമൻസുകൾ, ബോബി സുന്ദറിന്റെ കൂടെ പോയില്ലേ, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ? അവന്റെ കൂടെ നിൽക്കുമ്പോൾ ഒളിച്ചോടി പോയതല്ലല്ലോ. 14 വർഷത്തിന് ശേഷം അമൃത സ്നേഹം കിട്ടിയപ്പോൾ ഇത് ശരിയാവും. കാരണം ഒന്ന് പോയി അടുത്തത് സ്വീകരിക്കുമ്പോൾ അത് ശരിയാവണേ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയിലല്ലേ എല്ലാവരും അടുത്തതൊന്ന് തിരഞ്ഞെടുക്കുന്നത്. അതും പോയി. അങ്ങനെ ഒരു പ്രതീക്ഷയിലായിരിക്കാം ആ കുട്ടി അങ്ങനെ ചെയ്തത്. അതിന്റെ പേരിൽ ഓരോ വീഡിയോയുടെയും താഴെ ഗോപിയേട്ടൻ എന്ത് പറഞ്ഞു, ഗോപിയേട്ടൻ പോയോ, ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താ? ഇനിയെങ്കിലും ആ കുടുംബത്തെയും എലിസബത്തിനെയും വെറുതെ വിട്ട് അവരവരുടെ ജീവിതം ജീവിക്കട്ടെ.